കേട്ടോ? അപ്പൊ എന്ത് വരും? ആദ്യം തൊട്ട് ഒന്നുകൂടി പറയാൻ വേണമെങ്കിൽ കുറയ്ക്കലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 3/4 ആണ് -1/4. ഇതാണ് കുറയ്ക്കാൻ തന്നിട്ടുള്ളത്. അഡീഷനിൽ നമ്മൾ എന്താണോ ചെയ്ത അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. കൂട്ടലിൽ എന്ത് ചെയ്തു? കൂട്ടി. കുറയ്ക്കലിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വന്നാൽ ന്യൂമറേറ്റേഴ്സ് എന്ത് ചെയ്യണം? കുറയ്ക്കുക. ഡിനോമിനേറ്റർ അതേപോലെ തന്നെ എഴുതാം. അപ്പൊ എന്ത് വരും? 3 - 1 2 ഡിവൈഡഡ് ബൈ 4 വരും. ഇതിന് വെട്ടിക്കളയാൻ പറ്റില്ലേ? 1/2 അല്ലേ? 1/2 എന്ന് പറഞ്ഞ അര. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചേ 3/4 ആൻഡ് 1/4. 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കാലാണ്. 1/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഭാഗാണ്. അല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? 3/4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭാഗാക്കിയാല് 3 ഭാഗം. അപ്പൊ മുക്കാൽ ഭാഗത്തോളായി അല്ലെ? അതേപോലെ തന്നെയാണ് 4 ഭാഗാക്കിയാല് 1 ഭാഗം എന്ന് പറയുമ്പോ അതിന്റെ കാൽഭാഗം. അപ്പൊ മുക്കാലിന്ന് കാല് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? അര. അല്ലെ? സമയത്തിന്റെ കേസ് എടുത്താ മതി. മനസ്സിലായെന്ന് വിചാരിക്കണു. ഇത് മുക്കാലാണ്. അതായത് 3/4 എന്ന് പറഞ്ഞ മുക്കാലാണ്. 1/4 എന്ന് പറഞ്ഞ കാൽഭാഗമാണ്. അപ്പൊ മുക്കാലിന് കാല് പോയപ്പോ നമുക്ക് എന്ത് കിട്ടി? അര. ക്ലിയർ അല്ല ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 4/7 - 3/7. ഇതിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്യാ, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ കൊടുക്ക. ഡിനോമിനേറ്റർ ആ സെയിം അങ്ങനെ തന്നെ കൊടുക്ക. 4 - 3 എന്ന് പറഞ്ഞ 1/7 ആയിരിക്കും ആൻസർ വരിക. ഓക്കെ? ഓക്കെ അല്ലേ? എഴുതിയെടുക്കാണെങ്കിൽ എഴുതിയെടുത്തോട്ടോ. നോട്ടായിട്ട് റഫില്. സ്ക്രീൻ ഉണ്ടല്ലോ. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഫോട്ടോസാ കാണുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല? കാണുന്നുണ്ടല്ലോ. ക്ലിയർ ആണല്ലോ. ഇപ്പൊ വന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? 5/8 3/8 മൈനസ് 3/8. ഡിനോമിനേറ്റർ സെയിം ആണ് വരുന്നത്. 5 - 3. അതായത് ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്തു. ഇതും ഇതും ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി. എന്ത് വരും? 5 - 3 2 8 അങ്ങനെ തന്നെ എഴുതി. ഇതിനെ നമുക്ക് വെട്ടി ചെറുതാക്കാൻ പറ്റില്ലേ? 2 1 പ്രാവശ്യം, 8 4 പ്രാവശ്യം. 1/4. അതും ഈക്വൽ ആയിട്ട് പോകുന്ന സംഖ്യ വേണം അല്ലേ മാഡം? 2/8 എന്നൊക്കെ കൊടുക്കുന്നതേ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയാൽ പോരാ അല്ലേ? എന്താ? അതായത് നമ്മൾ 2/8 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ ഷോർട്ട് ആക്കിയപ്പോഴേ അപ്പൊ രണ്ടിനും ഈക്വൽ ചെയ്ത് പോകുന്ന സംഖ്യ തന്നെ വേണോ? അത് ഉള്ളതിന് ചെറുതാക്കിയാൽ മതിയോ? അല്ലാതെ പറ്റില്ല. രണ്ടിലും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ വെട്ടി ചെറുതാക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല. ശരി ഓക്കെ. അല്ലാതെ ചെയ്യരുത്. മനസ്സിലായെന്ന് വിചാരിക്കണോ? നോട്ട് ചെയ്ത് കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7/9
9 മൈനസ് 5/9 എന്ത് വരും? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ എന്താ വരിക? ന്യൂമറേറ്റേഴ്സ് കുറയ്ക്കണം. കുറയ്ക്കലായതുകൊണ്ട് സബ്സ്ട്രാക്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്, അതുകൊണ്ട് കുറയ്ക്കണം. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ 9 എഴുതി. 7/7 മൈനസ് 5 വരുമ്പോ എത്ര വരും? 2. 2/9. ഇത് നമുക്ക് വേണ്ടി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? രണ്ട് നമ്പറിലും ഒരേപോലെ പോകുന്ന മൾട്ടിപ്പിൾ ഇല്ല. ഓക്കെ, രതീഷ് ഒന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ചോദിച്ച ഡൗട്ടിന്റെ ക്ലിയർ ആണ് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ക്ലിയർ ചെയ്യാനാണ് പറഞ്ഞത്. 2/9 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ചെറിയ ഫോമിലേക്ക് ആക്കാൻ പറ്റില്ല. കാരണം എന്താ? രണ്ടിലും ഒരേപോലെ പോകുന്ന മൾട്ടിപ്പിൾ ഇല്ല. ഓക്കെ, ഈ രണ്ടിന് പകരം ഇപ്പോ 3/9 ആണ് വന്നത്. നമുക്ക് ഇങ്ങനെ വെട്ടിക്കളയാൻ 1/3 ആക്കാതിനെ. 3 പോവും. 3 ഒരു പ്രാവശ്യം, 9 3 പ്രാവശ്യം പോവും. മനസ്സിലായോ? ഇങ്ങനെ വേണം വെട്ടിച്ചെറുതാക്കാനായിട്ട്. രതീഷ് ഒന്ന് മ്യൂട്ട് ആക്കട്ടോ. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം എന്താ? 3/5 മൈനസ് 2/5. ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. എന്താ? ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. അപ്പൊ ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്യാ, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. 3 മൈനസ് 2 ചെയ്താ 1 കിട്ടും. 1/5. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാതെ തന്നെ മനസ്സിലാവും. അതായത് 5 ഭാഗമാക്കിയിട്ടുണ്ട്. ഒരെണ്ണത്തിന് 5 ഭാഗമാക്കിയാല് 3 ഭാഗം. ആ 3 ഭാഗത്തിൽ നിന്ന് നമ്മള് 2 ഭാഗമാണ് കുറയ്ക്കണേ. അപ്പൊ അതില് ബാക്കി ഒരു ഭാഗം ഉണ്ടാവുള്ളൂ നമുക്ക് ഊഹിച്ചൂടെ? അങ്ങനെയും വേണ്ട, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണ്ട. ഇതേ പ്രോബ്ലം മെത്തേഡിൽ തന്നെ ചെയ്തോ. കുറച്ചുകൂടി ചിലപ്പോ ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ അത് പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കാം. ചിലവർക്ക് ചെറിയ സംഖ്യ വലിയ സംഖ്യ വലിയ സംഖ്യ വരുമ്പോ അത് നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയിരിക്കും. അപ്പൊ അത് കിട്ടാം. അപ്പൊ ഇതാണ് വരുന്നത്. സെയിം ഡിനോമിനേറ്റർ വന്നാൽ അഡീഷനിൽ, അതായത് കൂട്ടുമ്പോ നമ്മൾ എന്താണോ ചെയ്തത് അതേ സെയിം പ്രോസസ് തന്നെ. പക്ഷെ ഇവിടെ കുറയ്ക്കലായതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് കൂട്ടല്ല വേണ്ട, കുറയ്ക്കണം. അഡീഷനിൽ നമ്മൾ കൂട്ടുക ചെയ്തേ അല്ലേ? പക്ഷെ കുറയ്ക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് കുറയ്ക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അഡീഷൻ ആദ്യം തന്നെ പറഞ്ഞു വിട്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതായതുകൊണ്ട് ചിലപ്പോ എല്ലാവരും വിട്ടുപോയിട്ടുണ്ടാവും, മറന്നു മൈൻഡ് ചെയ്ത് ചിലപ്പോ അത് മറന്നുപോയവരുണ്ടായിരിക്കും. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അഡീഷനെ കുറിച്ച് പറഞ്ഞത്, തെറ്റിക്കാതിരിക്കാൻ. അഡീഷനിൽ നമ്മൾ കൂട്ടലായതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. ഇവിടെ എന്താ? കുറയ്ക്കലായതുകൊണ്ട് ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറയ്ക്കണം. ഓക്കെ അല്ലേ? ഇതില് മാം ഇപ്പം ഈ ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യനില് 3/5 മൈനസ് 2/5 എന്നാണല്ലോ ഉള്ളത്. അപ്പൊ അതില് -2 എന്നല്ല വരുന്നത്. അപ്പൊ ഒരു മൈനസും ഒരു പ്ലസും ചെയ്യുമ്പോ മൈനസ് അല്ല ആൻസർ വരില്ല. 3ൽ നിന്ന് 2നെ മൈനസ് ചെയ്യുന്നു. -2 എന്നല്ല ശരിക്കും, അത് -2/5 എന്നല്ലേ? -2 ആണ്. അതുകൊണ്ടാണ് അവിടെ 1 വന്നത്. അതായത് 3ൽ നിന്ന് 2നെ മൈനസ് ചെയ്തു, അതുകൊണ്ടാണല്ലോ 1 വന്നത്. അപ്പൊ ഒരു മൈനസും പ്ലസും വരുന്ന സമയത്ത് മൈനസിന്റെ ചിഹ്നമല്ലേ കൊടുക്കണ്ടേ? അതായത് ഇവിടെ -1/5 ആണ്. ഇവിടെ രണ്ടിന് പ്ലസ് ചിഹ്നാണ്. അത് ഇട്ടിട്ടില്ലാത്ത കാരണം 2ന് പ്ലസ് ചിഹ്നാണ്. മനസ്സിലായോ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് വരും നമ്മൾ പഠിച്ചിട്ടുള്ളേ? മൈനസ് വരും അല്ലേ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ മൈനസ് ആയിരിക്കും. കൂടുതലൊന്നും ചിന്തിക്കാനില്ല അവിടെ. ഇതിപ്പോ +2 എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? അതായത് 3/5 മൈനസ് 2/5 എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ മൈനസ് ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? റിയാസ് ചോദിച്ചത്
2/5 എടുക്കണ്ടേന്നാണ് ചോദിക്കുന്നത് അല്ലേ? അതെ 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 അതെ. അങ്ങനെയല്ല നമ്മൾ എടുക്കേണ്ടത്. കാരണം എന്താ, ഇവിടെ നമുക്ക് മൈനസ് ആണ് ചെയ്യാൻ തന്നിട്ടുള്ളത്, 2ന്റെ വാല്യൂ പ്ലസ് വാല്യൂ ആണ്. മനസ്സിലായോ? അപ്പൊ മൈനസും മൈനസും കൂടി ചെല്ലുമ്പോ അവിടെ മൈനസേ ആവുന്നുള്ളൂ. അതിനാണ് നമ്മൾ സൈൻ റൂള് പഠിച്ചത്. രണ്ട് ഡിഫറെന്റ് അതെ, സൈൻ റൂളിൽ അങ്ങനെയാണുള്ളത്. ഒരു മൈനസ് ഒരു പ്ലസും വരുമ്പോ മൈനസ് കാണിക്കണം. മൈനസ് കാണിക്കണം. അതുകൊണ്ടാണല്ലോ മൈനസ് വന്നത്. ഇതിപ്പോ നമ്മൾ -5 1/5 എന്ന് പറയുന്നില്ലല്ലോ. +3, അതായത് 3യുടെ ചിഹ്നം പ്ലസ് ആണ്, 2ന്റെ ചിഹ്നം പ്ലസ് ആണ്. അത് പ്ലസ് ആയതുകൊണ്ടാണ് അവിടെ പ്ലസ് നോട്ട് ചെയ്യാത്തത്. മനസ്സിലായോ? മനസ്സിലായോ? നമുക്ക് ചെയ്യാൻ തന്നിരിക്കുന്നതാണ് മൈനസ്. ഇവിടെ ഈ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തേക്കണ കണ്ടാ മനസ്സിലാവാം. അതായത് ഇവിടത്തെ ഈ ക്വസ്റ്റ്യനിൽ നോക്ക്. ക്വസ്റ്റ്യനിൽ നോക്കിയേ, 3/4 ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. കണ്ടോ? ഇവിടെ നോക്കിയാ 1/4 അതും ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ അതിന്റെ ചിഹ്നം, അതായത് അങ്ങനെ മൈനസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ക്വസ്റ്റ്യൻ തരാന്നറിയോ? -1/4 -3/4 -1/4 തരും. മനസ്സിലായോ? ആ ബ്രാക്കറ്റിൽ കൊടുക്കുന്നതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 3/4 -1/4 അതാവുമ്പോ ഇതിന്റെ 2ന്റെ ചിഹ്നം പ്ലസ് ആ പ്ലസ് ആയതുകൊണ്ടാണ് അവരത് പ്ലസ് കൊടുക്കാത്തത്. അവിടെ നമുക്കിവിടെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സാധനമാണ് മൈനസ് ചെയ്യാൻ. മനസ്സിലായോ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് പിന്നെ അങ്ങനെ മൈനസ് ഇട്ടിട്ടുള്ള പ്രോബ്ലം ഒന്നും ചോദിക്കില്ല. അപ്പൊ അടുത്ത പ്രോബ്ലം നോക്കാം. സെയിം ഡിനോമിനേറ്ററിന്റെ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സെയിം ഡിനോമിനേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറയ്ക്കുക, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. ന്യൂമറേറ്റേഴ്സ് കുറച്ചിട്ട് ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ്. നമ്മൾ അഡീഷനില് ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് വന്നപ്പോ എന്താ ചെയ്തേ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അതേ സെയിം പ്രോസസ് തന്നെയാണ് എന്ത് ചെയ്യാ ഇവിടെയും ചെയ്യാ. പക്ഷെ ഇവിടെ ഒരു മാറ്റം ഉണ്ട്, അത് ശ്രദ്ധിക്കണം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യും? 4/5 -3/7 ആണ് ക്വസ്റ്റ്യൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ എങ്ങനെ വരും? 4 × 7. ഇവിടെ എന്താ നമുക്ക് തന്നിട്ടുള്ളത്? മൈനസ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ മൈനസ് വേണം കൊടുക്കാനായിട്ട്. നമുക്ക് അഡീഷനിൽ വന്നപ്പോ നമ്മൾ അവിടെ പ്ലസ് ഇട്ട് കൊടുത്തേ. കാരണം എന്താ? പ്ലസ് ആയിരുന്നു, അഡീഷൻ ആയിരുന്നു നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ കുറയ്ക്കലല്ലേ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ മൈനസ് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. മനസ്സിലായോ? അടുത്ത എന്ത് വരും? 5 × 3 ഡിവൈഡഡ് ബൈ 5 × 7 അല്ലേ? എന്ത് വരും? 4 × 7. 3 × 7 അല്ലേ വരുന്നോ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 3 × 7. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ വരിക? ഇങ്ങനെ 4 × 7 അല്ലേ? 4 × 7. 4 × 7. 28 -5 × 3 15 ഡിവൈഡഡ് ബൈ 5 × 7 35. 28 -15. 28 ന്ന് 15 കുറയ്ക്കുമ്പോ 13. 13/5
35 വരും. ഇത് വെട്ടിപ്പോവോ? ഇല്ല. ഇല്ല. അപ്പോ ഇതാണ് ആൻസർ വരിക. നമ്മള് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അഡീഷനിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ എന്താണ് വ്യത്യാസം? അഡീഷനിൽ നമ്മൾ എന്ത് ചെയ്ത് പ്ലസ് ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കാരണം നമുക്ക് മൈനസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കണു. നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ നോട്ട് ചെയ്യാം കേട്ടോ. മ്യൂട്ട് ചെയ്യോ? ഒന്ന് മ്യൂട്ട് ആക്കൂ. പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. 3/7 - 5/8 ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രീൻ കാണുന്നുണ്ടോ? 3/7 - 5/8 അതാണ് ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് വരുന്നത് അല്ലേ? ഒരെണ്ണത്തിൽ 7ഉം ഒന്ന് 8 വരുന്നേ. നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇങ്ങനെയും ഇങ്ങനെയും. അപ്പൊ എന്ത് വരും? 3 × 8 മൈനസ് ചെയ്യണം. അതായത് കുറയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. 7 × 5 ഡിവൈഡഡ് ബൈ 7 × 8 ഡിനോമിനേറ്റേഴ്സും ഇൻറ്റു ചെയ്തു. അല്ല, ഇനി എന്ത് വരും? 3 × 8 24 മൈനസ് 7 × 5 35 ഡിവൈഡഡ് ബൈ 56 ഇവിടെ എന്താ തന്നിരിക്കുന്നേ? 24 35 കുറയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. 24 35 കുറയ്ക്കണം. അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലുത് കുറയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് 24 പ്ലസും പ്ലസ് ചിഹ്നവും 35 മൈനസ് ചിഹ്നവാ അല്ലേ? അല്ലേ? വലുതിന് ചെറുത് കുറച്ച് ആയിട്ടുള്ള ചിഹ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കണം അല്ലേ? എപ്പോഴും നമുക്ക് വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനേ പറ്റുള്ളൂ. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഇവിടെ വലുത് ഏതാ? 35 മൈനസ് 24 ചെയ്യുമ്പോ എത്ര വരും? 11 വരും. ഇങ്ങനെ 11 എഴുതിയാ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. വലുതിന്റെ ചിഹ്നം വലുത് ഏതാ? 35 ആണ് വലുത് അല്ലേ? അപ്പൊ വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. ഡിവൈഡഡ് ബൈ 56. നേരത്തെ അവിടെ ബ്രാക്കറ്റിലുള്ളോണ്ട് ക്ലിയർ ആയി. ഇപ്പം ബ്രാക്കറ്റ് ഇല്ലാത്ത കാരണം വലുതിന് ചെറുത് കുറച്ച് മൈനസ് ചിഹ്നം ഇട്ട്. ഓക്കെ. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ പറയാം 35 പ്ലസ് വാല്യൂ ഉണ്ട്. ഇവിടുത്തെ മൈനസും പ്ലസും കൂടി ചേർന്നപ്പോ മൈനസ് ആയി. മനസ്സിലായോ? ഓക്കെ. ഓക്കെ അല്ലേ? അതെ. പക്ഷെ ഇവിടെ ഇപ്പം മാം
മൈനസ് വാല്യൂ ചെറുതും പ്ലസ് വാല്യൂ വലുതും ആണെങ്കിൽ അവിടെ പ്ലസ് അല്ലേ വരാന്? പ്ലസ് വാല്യൂ ആണ് വലുതെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുറയ്ക്കും. നേരെ തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കുറയ്ക്കാം അല്ലേ? നമുക്ക് മൈനസ് 24 ഡിവൈഡഡ് ബൈ 56 വന്നേന്ന് വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? 35 24 കുറയ്ക്കുമ്പോ 11 വരും, ഡിവൈഡഡ് ബൈ 56 വരും. അപ്പൊ നമുക്ക് മൈനസ് വാല്യൂ വരില്ല, കാരണം വലുതിൽ നിന്നാണ് നമ്മൾ ചെറുത് കുറയ്ക്കണേ. ഇവിടെ എന്താ നമ്മൾ ചെയ്യണേ? ചെറുതിൽ നിന്നാണ് വലുത് കുറയ്ക്കുന്നത്. റൂൾസ് അല്ല, അവിടെ റൂൾസ് ഉണ്ടല്ലോ മാം, പ്ലസും മൈനസും വരികയാണെങ്കിൽ മൈനസ് കാണിക്കണം എന്നുള്ള. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിൽ വിചാരിക്കാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോ പ്ലസ് വാല്യൂ, ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് വാല്യൂ വരും. ഓക്കെ, റൂൾസിൽ മാറ്റം വരും. അല്ല, ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ പ്ലസ് വാല്യൂ അല്ലേ? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എപ്പോഴും മൈനസ് വാല്യൂ ആയിരിക്കും. മൈനസ് വരും, വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോൾ പ്ലസ്. മനസ്സിലായോ? അതല്ലേ മാം? നമുക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ, പേജ് ഇതിലുണ്ടോന്ന് അറിയില്ല, പേജിലില്ല. നമുക്കിപ്പോ ഇങ്ങനെയാണ് എടുക്കുന്നത്. -5, -4, -3, -2, -1. അതിനുശേഷമാണ് 0 വരുന്നത്. പിന്നെ 1, 2, 3, 4 അങ്ങനെയുള്ള സംഖ്യകൾ എടുക്കുക. മനസ്സിലായോ? മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഈ 3യിൽ നിന്ന് നമ്മൾ 5 ആണ് കുറയ്ക്കണെന്ന് വെച്ചാൽ എന്ത് വരും? ഈ 2 പോവും, 1 പോവും, 0 പോവും, പിന്നെ എന്ത് വരും? -1 പോവും, -2 അല്ലേ? അതായത് 3യിൽ നിന്ന് -5, 3യിൽ നിന്ന് നമ്മൾ 5 കുറയ്ക്കുക. അപ്പൊ എന്ത് വന്നു? വലുതിൽ നിന്ന് കുറച്ചു, -2 വരും. 2. എന്നിട്ട് വലുതിന്റെ ചിഹ്നം എടുത്തു, -2. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മനസ്സിലായി. പ്ലസ് വരുമ്പോ പ്ലസ് വരുമ്പോ ചിഹ്നത്തിന്റെ ആവശ്യമില്ല. മനസ്സിലായി? നമ്മളിങ്ങനെ ഇപ്പൊ 3 എടുത്തേക്കണെന്നുണ്ടെങ്കിൽ ആ 3ൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കാണ്? ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പൊ -5, -4, -3, -2, -1, 0 വന്നു. പിന്നെയാണ് 1 വരുന്നത്, 2 വരുന്നത്, 3 വരുന്നത്, 4 വരുന്നത്, 5, 6 അങ്ങനെ സംഖ്യകൾ പോകുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് 5 + 5 മനസ്സിലായോ? അതായത് ഇത് പ്ലസ് വാല്യൂ ആണല്ലോ, ഇങ്ങോട്ട് പൂന്തോറും പ്ലസ് വാല്യൂ വന്നോണ്ടിരിക്കും. അതായത് ഇങ്ങോട്ട് പൂന്തോറും പ്ലസ് വാല്യൂ ആയിരിക്കും, ഇങ്ങോട്ട് പൂന്തോറും മൈനസ് വാല്യൂ ആയിരിക്കും. അല്ലേ? അപ്പൊ 5 എടുത്തു നമ്മള്. ആ 5ൽ നിന്ന് എത്ര കുറയ്ക്കാണ്? 7 കുറയ്ക്കാണ് ചെയ്യുന്നത് നമ്മള്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 5ൽ നിന്ന് എത്ര കുറയ്ക്കണം? 5നെ കുറച്ചു. അതായത് 5ൽ നിന്ന് 1, 2, 3, 4, 5, 6, 7. 7 വരെ വന്നപ്പോ എത്ര വന്നു? -2 വന്നു. അതായത് വലുതിൽ നിന്ന്, വലിയ സംഖ്യ ഏതാ? വലുതിൽ നിന്ന് ചെറിയ സംഖ്യനെ കുറച്ചു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ഇവിടെ എന്താ ചെയ്യുന്നത്? നേരെ ഓപ്പോസിറ്റാ, നമ്മൾ ഈ ചെയ്തതുപോലെ അല്ല വരുന്നേ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, വലുതിൽ നിന്ന് ചെറുത് കുറച്ചപ്പോ 2 കിട്ടി, വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തു. ക്ലിയർ ആയോ? ഇപ്പോ അത് ഒരു ഡൗട്ട് കൂടി ഉണ്ട്. ചോദിക്കൂ. അതായത് നമ്മുടെ ഇത് രണ്ടും പോസിറ്റീവ് സംഖ്യകളാണല്ലോ. അതെങ്ങനെ രണ്ടും പോസിറ്റീവ് സംഖ്യകളാകുന്നേ? ഈ ബ്രാക്കറ്റ് ചെയ്തിട്ട് രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യാനാണ് പറയുന്നത്. അതെ, അത് രണ്ടും പോസിറ്റീവ് ആണല്ലോ. ഇവിടെ വരുമ്പോ മൈനസ് എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് അതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ട് മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് മൈനസ് എടുക്കാൻ പറ്റുമോ?
ഇവിടെ വരുമ്പോ നമ്മൾ ഇങ്ങനെ ചെയ്യാം. ഈ പ്രോബ്ലം ചെയ്യാണ്. 4/5 മൈനസ് 3/7 ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് വരും? ക്രോസ് സെക്കൻഡ് ഒന്നുകൂടി ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ നമ്മൾ നോക്കുന്ന പ്രോബ്ലം 24 മൈനസ് 35 ആണ്. പ്ലസ് 24 മൈനസ് പ്ലസ് 35 അങ്ങനെ വായിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്ലസ് 24 മൈനസ് പ്ലസ് 35 എന്ന് വായിക്കുമെന്നാണ് ചോദിക്കുന്നത്. പ്ലസ് 35 എങ്ങനെ വായിക്കുക? അപ്പൊ ഈ മൈനസ് എന്ത് ചെയ്യണം? നമ്മള് മൈനസ് കോമൺ ആണല്ലോ, ബ്രാക്കറ്റ് ചെയ്തിരിക്കുകയാണല്ലോ ഇവിടെ. നമ്മൾ അതിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ അവിടെ ഒരു ബ്രാക്കറ്റും ഇല്ല. ഓക്കെ, മനസ്സിലായോ? അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റ് ഞാൻ എഴുതുന്നത്. മുകളിലത്തെ ഭാഗം മനസ്സിലായി. ഇവിടത്തെ ഭാഗം ഞാൻ എഴുതുമ്പോൾ എപ്പോഴും ബ്രാക്കറ്റ് ഇടും അല്ലെ. 4 × 7 മൈനസ് 3 × 5 അല്ല. ഇവിടത്തെ ബ്രാക്കറ്റ് ഇടുന്നതിന് കാരണം എന്താ? ആ മൈനസിന് അവിടെ എഫക്ട് ചെയ്യുന്നില്ല അവർക്ക്. ഓക്കെ, അത് ക്ലിയർ ആണ്. 5 × 7 ഇങ്ങനെ വരുമ്പോ 4 × 7 ചെയ്യുമ്പോഴാണ് എത്ര വരിക? 28 മൈനസ് 15 വരുന്നേ. ഇപ്പോഴാണ് ഇവർക്ക് ഈ മൈനസ് എഫക്ട് ചെയ്യുന്നത്. കാരണം എന്താ? അവിടെ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ബ്രാക്കറ്റ് ഇല്ല. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഒരു സംഖ്യനെ മാത്രം ബ്രാക്കറ്റ് ഇടാൻ പറ്റുമോ? ഇല്ല. അവിടെ രണ്ട് സംഖ്യകള് മൾട്ടിപ്ലിക്കേഷന് വന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വരെ ചെയ്ത? 3/7 ക്വസ്റ്റ്യൻ വരെ ചെയ്തു നമ്മള്. രണ്ടെണ്ണം ചെയ്തു അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വരിക? 2/5 മൈനസ് 4/7 എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ 2 × നിങ്ങള് ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ ഇതേപോലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും. മൈനസ് 5 × 4 ഡിവൈഡഡ് ബൈ 5 × 7. ഇവിടെ പ്ലസോ മൈനസോ ഒന്നും ഇല്ലാത്ത കാരണമാണ് ഞാൻ താഴെ ബ്രാക്കറ്റ് ഇടാത്തത് കേട്ടോ. അപ്പം എന്ത് വരും? 14 മൈനസ് 20 ഡിവൈഡഡ് ബൈ 35 എന്ത് വരും? ഇവിടെയും ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനാ പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നത് എന്താ? എന്തായാലും മൈനസ് ചിഹ്നം വരും. നമ്മള് നോർമലി വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുമ്പോ അത് അങ്ങനെ പൊക്കോളും. 20 മൈനസ് 14 ആണെങ്കിൽ 6 അങ്ങനെ പൊക്കോളും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ള നമ്മളോട്? ചെറുതിൽ നിന്ന് വലുതിനെ കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മള് ആ -5 -4 ഇട്ട് ചെയ്ത പോലെ ആലോചിക്കുകയാണെങ്കിൽ ചെറുതിൽ നിന്ന് വലിയൊരു സംഖ്യനെ നമ്മൾ കുറയ്ക്കണമെന്ന് വിചാരിക്കും. അപ്പൊ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ എന്ത് വരണം? മൈനസ് ചിഹ്നം വരും. മൈനസ് ചിഹ്നം വരുന്ന മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക. വലുതേതാ? 20 മൈനസ് 14 ചെയ്യുമ്പോ എന്ത് കിട്ടും? 6 കിട്ടും അല്ലേ? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം, വലിയ സംഖ്യ ഏത്? ഇത് ഇവിടെ 20ന്റെ ചിഹ്നം മൈനസാ വരുന്നത് അല്ലേ? 14 പ്ലസും 20ക്ക് മൈനസാ വരുന്ന വലുതിന്റെ ചിഹ്നം ഇട്ടു. ഡിവൈഡഡ് ബൈ 35 ഇട്ടു. കിട്ടിയോ ആൻസർ? -6/35. ഓക്കേ. ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഏത് ഫ്രാക്ഷൻ ആണ്? ഹലോ, എന്താ? ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഏത് ഫ്രാക്ഷൻ ആണ് വലുത് ചെറുത് എന്നുള്ളത് അറിയാൻ വല്ല ടെക്നിക്കും ഉണ്ടോ? ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഈ ആൻസർ കിട്ടിയപ്പോ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെയാണെങ്കിൽ ആൻസർ കിട്ടിയപ്പോ നമുക്ക് മനസ്സിലായിട്ട് മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ ഫ്രാക്ഷൻ നമ്മൾ വലിയ ഫ്രാക്ഷനാ കുറച്ചിട്ടുള്ളത്. മനസ്സിലായോ?
ഈ 3/5 എന്നുള്ളത് ചെറിയ ഫ്രാക്ഷനും 4/7 എന്നുള്ളത് വലിയ ഫ്രാക്ഷനും. അതുകൊണ്ടാണ് നമുക്ക് ആൻസറിൽ മൈനസ് വാല്യൂ വന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ നമുക്ക് അറിയാൻ വല്ല ടെക്നിക് ഉണ്ടോ? അല്ല ഷോർട്ട് മനസ്സിലാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 4/5 അതായത് ഒരു സർക്കിൾ ആണെങ്കിൽ അതിനെ 5 ഭാഗാക്കി, ഇങ്ങനെ 5 ഭാഗാക്കി എന്ന് വിചാരിക്കും. അതില് 4 ഭാഗം, മനസ്സിലായോ? ഇങ്ങനെ വരുന്ന 4 ഭാഗം. അപ്പൊ എത്ര വരും നമുക്ക്? 4/5 വന്ന, അതായത് 4നെ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ എത്ര വരിക നമുക്ക്? ഒരു ഭാഗമുള്ള കുറവ്. എന്താ വരിക? 4ല് പൂല്ല. അപ്പൊ എന്ത് ചെയ്യും? 0 ഇട്ട് കൊടുക്കും. ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. 40 വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? 0.43 0 ചേർക്കും. പോയിന്റ് കൊടുക്കും, 0 ചേർക്കും. 8 അല്ലേ? 0.8 0.8 നമുക്ക് കിട്ടുന്ന ഇതിന്റെ വാല്യൂ. അതേ സമയം 3/7 ചെയ്യുമ്പോഴോ ഇവിടെയും പോയിന്റ് വരും അല്ലേ? എന്താ വരിക? പഠിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഫ്രാക്ഷനും ഇംപ്രോപ്പർ ഫ്രാക്ഷനും പഠിച്ചിട്ടുണ്ട്. 0.42 വീണ്ടും ഇവിടെ 0 വരും. 20ല് 2 പ്രാവശ്യം. ഇവിടെ ഇതിന്റെ വാല്യൂ എത്ര വരുന്നേ? 3/7 വാല്യൂ 0.4 വരുന്നേ അല്ലേ? പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് ഇത്. 0.8 ആണോ വലുത്? 0.4 ആണോ വലുത്? 0.8. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആദ്യം ചെയ്ത ഈ പ്രോബ്ലത്തിൽ മൈനസ് വരാണ്ടിരുന്നത്. വലുതിൽ നിന്നാണ് നമ്മൾ എന്ത് കുറച്ചത്? ചെറുതിനെ കുറച്ചത്. മനസ്സിലായോ? അതെ, രണ്ടാമത്തത് നോക്കിയപ്പോ ഞാൻ അങ്ങനെ നോക്കി ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോ രണ്ടാമത്തത് 62 വരുന്നുണ്ട്. 0.62 വരുന്നുണ്ട്. രണ്ടാമത്തേല് ആദ്യത്തെ വാല്യൂ 0.4 വരും. മറ്റേത് എന്താ? 5നെ ഹരിക്കുക. 5നെ 8 കൊണ്ട് ഹരിച്ചു നോക്കൂ. 62 വരുന്നുണ്ട്. 6 8 48 അല്ലേ? 20 വരും. വീണ്ടും ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചു. അതായത് 0.62. അതായത് ചെറുതിൽ നിന്ന്, അതായത് ചെറുതായ 0.42 നിന്നാണ് നമ്മള് വലിയ സംഖ്യയായ 0.62നെ കുറയ്ക്കുന്നത്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുക. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? മൈനസ് വന്നത്. മൈനസ് വാല്യൂ കിട്ടിയത്. കേട്ടോ? ബാക്കി നിങ്ങൾ 2 പ്രോബ്ലം ഹോംവർക്ക് ചെയ്യോ? ഇതിൽ ഈ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞു. നോട്ട് ചെയ്യോ? ക്വസ്റ്റ്യൻ 2/9 മൈനസ് 3/7. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3/8 മൈനസ് 2/7. വേണേ ഹോംവർക്ക് എഴുതാം. കഴിഞ്ഞു മാഡം. ചെയ്തു കഴിഞ്ഞു. ഓക്കെ ഗുഡ്. അപ്പോ നമ്മൾ ആദ്യം സെയിം ഡിനോമിനേറ്റർ വരുന്നത് പഠിച്ചു. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിനോമിനേറ്ററും വരുന്നതും പഠിച്ചു. ഇനെന്താ? മോർ ദാൻ 2 ഫ്രാക്ഷൻസ് വരുമ്പോ എങ്ങനെ വരിക? മനസ്സിലാവും. ഫസ്റ്റത്തെ 2 ഫ്രാക്ഷൻസും സെയിം ഡിനോമിനേറ്റർ വരുന്നേ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? സെയിം ഡിനോമിനേറ്റർ വന്നാൽ ന്യൂമറേറ്റേഴ്സ് മൈനസ് ചെയ്യാം, ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റത്തെ എടുക്കുകയാണെങ്കിൽ 5/7 4/7. അപ്പൊ എന്ത് വരും?
1/7 വരും. ഇതിൽ നിന്ന് വേണം എന്ത് കുറയ്ക്കാൻ? -5/9. ഇതെന്തായാലും മൈനസ് വരും ക്വസ്റ്റ്യൻ. ഓക്കെ, കാരണം എന്താ? 1/7 ചെറുതാണ്, 5/9 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. കേട്ടോ? മൈനസ് വരും. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം? 1 into 9 minus 7 into 5 divided by 7 into 9. അല്ലേ? കറക്റ്റ് അല്ലേ? 1 into 9 minus 35 divided by 7 into 9. 63. എന്ത് വരും ആൻസറില്? ഇവിടെ 9 minus 35 വരുന്നേ. 9ൽ നിന്ന് 35 കുറയ്ക്കാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുതിനെ കുറയ്ക്കണം. എത്ര വരും? 26. എന്ത് വരും? 26 minus 26. എത്ര വരും? minus 26 minus 26 divided by 63 ഇത് വെട്ടിപ്പോവോ? 3 കൊണ്ട് വെട്ടിപ്പോലെ. ഇല്ല. പോവോ? 3 പോലെ പറ്റില്ല. ഇല്ല. 8/21. എത്ര? 8/21. 21 വരുമോ? 8ഓ? 824. 24 അല്ല 26. 26 പോവോ? 26 ആണ് വന്നിരിക്കുന്നത്. 24 അല്ല. 27 ഓക്കെ. പോവില്ല. ആൻസർ നമുക്ക് എന്ത് കിട്ടി? ഇല്ല. -26 -26 divided by 63. നമ്മള് അഡീഷനിൽ എന്താണോ ചെയ്തേ അതേ സെയിം തന്നെ. ഒരു പ്രോബ്ലം കൂടി ചെയ്യണോ? അതെ. ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. അടുത്ത പ്രോബ്ലം ഇത്. സെയിം ഡിനോമിനേറ്റേഴ്സ് അല്ലേ വരുന്നേ? അതായത് 2/5 1/5 നമ്മൾ എടുക്കുന്നേ. 1/5 മൂന്നാമത്തെ എത്ര? 2/5 minus 1/, എന്ത് വരും ചെയ്യുമ്പോ? 1/5 -1 divided by 5 വരും. 1/5 ആൻസർ വരും അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ കുറയ്ക്കാനുള്ള? -4/9. സ്ക്രീൻ പോയി. സ്ക്രീൻ പോയോ? ഇതിലും നമുക്ക് മൈനസ്. കാരണം എന്താ? 1/5 ചെറുതും 4/9 വലുതുമാണ് അല്ലേ? ഓക്കെ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോ എന്ത് വരും? 1 into 9 minus 5 into 4 5 into 4 divided by 5 into 9. ഇതിനകത്ത് മൈനസ് എന്ത് വരും? 9 minus 20 40 divided by 45. അതായത് 9ൽ നിന്ന് 20 കുറയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം 9 കുറയ്ക്കുമ്പോ -11. അതായത് മൈനസ് ഇട്ട് കൊടുക്കണം വലുതിന്റെ ചിഹ്നം. 11 divided by 45. 45. ഓക്കെ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ ബാക്കി ചെറുതാക്കാൻ പറ്റൂലേ? ഹോംവർക്ക് -4 വരും. അതേപോലെ തന്നെ ചെയ്യാനുള്ളൂ.
ഇവിടെ ശ്രദ്ധിക്കേണ്ട ആകെ ഒരു കാര്യം ഈ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം എഴുതല് മാത്ര. ഡയറക്റ്റ് ആയിട്ട് വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കാൻ പറഞ്ഞെന്ന് വിചാരിക്കും. വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കാൻ പറഞ്ഞെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാം അല്ലേ? അഡീഷന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം എന്തായിരുന്നു? കൂട്ടാനായിരുന്നു. കുറയ്ക്കേണ്ടത് സിമ്പിളാണ്. ചെറുതിൽ നിന്ന് വലുതൊക്കെ കുറയ്ക്കേണ്ടി വരിക. അപ്പൊ ആദ്യം തന്നെ മനസ്സിൽ വിചാരിക്കുക, ചെറിയ സംഖ്യയിൽ നിന്ന് വലുതാണ് കുറയ്ക്കണേന്ന് വിചാരിക്കുക. ചെറിയ സംഖ്യയിൽ നിന്ന് വലുതാണ് കുറയ്ക്കണേന്ന് വിചാരിക്കുക. അപ്പൊ എന്തായാലും മൈനസ് വരുന്നു വിചാരിക്കുക മനസ്സില്. മനസ്സിലായോ? ഈ ക്വസ്റ്റ്യനും 3 4 5 പോയി. സ്ക്രീൻ പോയോ? വന്നു ഇല്ല സ്ക്രീൻ കുഴപ്പമില്ലല്ലോ.